ഇസ്രായേലിൻ്റെ ഇടപെടൽ ഒന്ന് കുറയും, ഹമാസ് ഇസ്രായേലിനെ തല്ലാൻ നിൽക്കുന്നതൊന്ന് പിൻവലിയും. ചുരുക്കത്തിൽ എന്ത് തന്നെ പറഞ്ഞാലും ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവും വെള്ളക്കൊടിയും ശുഭ്രപതാകയും പാറാനാണ് സാധ്യത. പക്ഷേ ഇതിനിടയിൽ ഇനി ട്രംപിന് മനംമാറ്റം ഉണ്ടായി വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും പ്രശ്നങ്ങൾ വഷളാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നെതന്യാഹു വളരെ ശക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട് അവരുടെ മന്ത്രിസഭ. ആ തീരുമാനത്തിനനുസരിച്ച് ഇനിയിപ്പോൾ അത് ബാക്കി അവരുടെ മറ്റ് സഭകളും ആളുകളുമൊക്കെ തീരുമാനമെടുത്തു കഴിഞ്ഞ് സൈന്യത്തിനൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ മനോഹരമായ രീതിയിലുള്ളൊരു സമാധാനം നമുക്ക് ആ പ്രദേശത്ത് പ്രതീക്ഷിക്കാം. ലക്ഷക്കണക്കിന് ആളുകളാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്, ഭക്ഷണം കിട്ടാതിരിക്കുന്നത്. അതിനകത്തൊരു തമാശ അല്ലെങ്കിൽ ഒരു ഗൗരവമായ തമാശ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഗൗരവമായൊരു കാര്യം, കുട്ടികൾ, സ്ത്രീകൾ ഒക്കെയാണ് ധാരാളമായി അതിനകത്ത് പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നത് സന്തോഷമാണ്. ആരായാലും, മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും കുട്ടികൾ ഒന്നും പിഴച്ചതല്ല. അവരൊരു മതത്തിൽ ജനിക്കേണ്ടി വന്നത് അവരുടെ കുറ്റവുമല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ വെറുതെ വിടണം. എന്തായാലും ഹമാസും ഇസ്രായേലും ഒരു മേശയുടെ ചുറ്റും വരുന്നു, അല്ലെങ്കിൽ ഒരു സമാധാന കരാറിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത വലിയ സന്തോഷത്തോടുകൂടിയാണ് ലോകം സ്വീകരിക്കുന്നത്. അതിൻ്റെ നല്ല ദിവസങ്ങളായിരിക്കും വരുന്നത്. കാരണം ഇന്നലെയാണ് തീരുമാനങ്ങൾ വന്നത്, ഇന്നലെ വൈകുന്നേരമാണ് വന്നത്. ഇനിയിപ്പോൾ ബാക്കി ഇന്നും നാളെയുമൊക്കെ ആയി വളരെ ഗൗരവതരമായ പരസ്പര ധാരണയും വെടിനിർത്തലും ആയുധം കീഴടക്കലും ആയുധം വയ്ക്കലും ഒക്കെ അടക്കിയിട്ടുള്ള വലിയ നടപടികളാണ് ഇനി വരാനിരിക്കുന്നത്. അത് ഗൗരവമായി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.